ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങളിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് വിധി ശ്യാംകുമാറിനെ പിടികൂടിയത്. ഒരു ട്യൂഷൻ സെൻറ്റർ കോർഡിനേറ്ററായി ജോലി ചെയ്തും PSC പരീക്ഷകൾക്കായി തയ്യാറെടുത്തും കുടുംബത്തിൻ്റെ താങ്ങായി മാറാൻ ശ്രമിക്കുകയായിരുന്നു ശ്യാം. എന്നാൽ ഇന്ന് ആഴ്ചയിൽ 2 തവണ ചെയ്യേണ്ട ഡയാലിസിസിന് പോലും പണമില്ലാതെ ഈ യുവാവ് പകച്ചു നിൽക്കുകയാണ്. ഉള്ളത് പ്രാക്ലം സ്വദേശിയായ ശ്യാംകുമാറിനോടൊപ്പമാണ്. ശ്യാംകുമാർ സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകളിലും സ്വകാര്യ കമ്പനികളിലൊക്കെ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ 2 കിഡ്നികളും നഷ്ടപ്പെട്ട ഒരു പേഷ്യൻ്റാണ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കും. 2020 നവംബറിൽ എനിക്കൊരു സ്ട്രോക്ക് വന്നു. അതിനുശേഷമാണ് പരിശോധനയിൽ 2 കിഡ്നിയും തകരാറിലായവരെ ഞാൻ അറിയുന്നത്. രോഗികളും വൃദ്ധരമായ അച്ഛനും അമ്മയാണ് എനിക്കുള്ളത്. ആഴ്ചയിൽ 2 ഡയാലിസിസ് എനിക്കിപ്പോൾ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു പൊളിഞ്ഞ് തകരാറായ വീട്ടിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. ഓരോ തവണയും വേദനയോടെ ഡയാലിസിസ് മെഷീന് മുന്നിലേക്ക് പോകുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഒരേ ഒരു പേടി മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അടുത്ത തവണത്തേക്ക് മരുന്നിനും ചികിത്സയ്ക്കുമുള്ള പണം കണ്ടെത്താൻ അച്ഛന് കഴിയുമോ എന്ന്. ലോട്ടറി വിറ്റ് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് വൃദ്ധനായ പിതാവ് എങ്ങനെ ആഴ്ചയിൽ 7000 രൂപ കണ്ടെത്തും? ചോർന്നൊലിക്കുന്ന ഈ കൂരയ്ക്കുള്ളിൽ ഇന്ന് കണ്ണുനീർ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ മുന്നിൽ നീളുന്നത് ഒരു കുടുംബത്തിൻ്റെ അവസാന പ്രതീക്ഷയാണ്. നമ്മൾ നൽകുന്ന ഒരു ചെറിയ തുക മതിയാകും ശ്യാമിന് ജീവിതത്തിലേക്ക് തിരികെ വരാൻ.